ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് OnePlus Nord 6 കുറിച്ചാണ്. നമ്മൾ ആക്ച്വലി ഓർഡർ ചെയ്തിട്ടുണ്ട്, മിക്കവാറും നമ്മൾ അൺബോക്സിങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കത് ആക്ച്വലി ഒരു ഡൗൺഗ്രേഡ് ആയിട്ടാണ് തോന്നുന്നത്. OnePlus Nord 6 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആകെ കൂടി ഓൾമോസ്റ്റ് കുറച്ചൊക്കെ ഡൗൺഗ്രേഡ് ആയിട്ട് തോന്നിയത്. അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി അടക്കം ഒരു എന്താ പറയുക, പ്ലാസ്റ്റിക് ബിൽഡ് പോലത്തെ സാധനമൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ആകെ കുറച്ച് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ആദ്യം തന്നെ നിങ്ങൾക്ക് കേട്ടോ, നിങ്ങൾ OnePlus Nord 6 ആഡ് കണ്ടിട്ടുണ്ടോ? ഗെയിമിംഗ് ആണ് അവർ കാണിക്കുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മുടെ വിവോൻ്റെ IQ പോലെ ഒപ്പോ OnePlusന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ OnePlusൻ്റെ ഫോണുകളിൽ ക്യാമറയൊന്നും വലിയ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. അത് ഹൈ എൻഡ് അവരുടെ മോഡലായിക്കോട്ടെ, അവർ ക്യാമറ വലിയ കാര്യമായിട്ട് ഇനി ഫോക്കസ് ചെയ്യില്ല. അതിനെ ഫുള്ളി ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ബ്രാൻഡ് ആക്കിയിട്ട് ഒപ്പം മാറ്റാൻ പോവുക. അപ്പോൾ അവരുടെ ക്യാമറ ഇനിയിപ്പോൾ അവരുടെ 5X സീരീസുകൾക്ക് അവർ മാറ്റി. അതുകൊണ്ട് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ഹാസിൽ ബ്രാൻഡിനെ OnePlusൻ്റെ ഇതിൽ നിന്ന് മാറ്റി. അപ്പോൾ ഒപ്പോൻ്റെ 5 സീരീസ് മാത്രമാക്കി. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന OnePlusൻ്റെ എല്ലാത്തിലും പെർഫോമൻസ്, അതായത് അവരുടെ ചിപ്പൊക്കെ ആയിരിക്കും ഇമ്പ്രൂവ് ചെയ്യുന്നത്. ക്യാമറ സെൻസേഴ്സ് ഒന്നും വലിയ കാര്യമായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഇല്ല. ഇപ്പോഴും നമ്മുടെ OnePlus Nord 6 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 15 മെഗാ പിക്സലിൻ്റെ സെൻസറും അൾട്രാ വൈഡ് 8 മെഗാ പിക്സൽ സെൻസറും. Nord 5 നമുക്ക് സെൽഫി 50 ഉണ്ടായിരുന്നു, ഇപ്പം നമുക്ക് 32 കുറഞ്ഞിട്ടുണ്ട് അത്. അപ്പോൾ അതാണ് ക്യാമറയുടെ സ്ഥലത്ത് വന്നിരിക്കുന്ന ഒരു ഡൗൺ ഗ്രേഡ് എന്ന് പറയാനുള്ളത്. ചെറുതായിട്ട് എനിക്ക് കോൾഡും കാര്യങ്ങളൊക്കെ ക്ഷമിക്കുക. അത് മാത്രമല്ല, നമുക്ക് പെർഫോമൻസിൽ നോക്കുമ്പോൾ നല്ലപോലെ ജമ്പ് വന്നിട്ടുണ്ട്. നമുക്ക് Nord 5 നമ്മൾ Nord 5ൻ്റെ നമ്മുടെ റിവ്യൂവും അൺബോക്സിംഗ് നമ്മൾ ഓൾറെഡി 3 വട്ടം അതിൻ്റെ മൾട്ടിപ്പിൾ വേർഷൻസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അത് വൺ ഓഫ് ദ കിഡിലൻ ഒരു ഡിവൈസ് ആയിരുന്നു 30 റേഞ്ചിൽ. ഇതാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 36 രൂപയ്ക്കാണ്. പിന്നെ ബിൽ ക്വാളിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് മോശമായിപ്പോയി പണ്ടത്തെ വെച്ച് Nord 5 കമ്പയർ ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് ആക്ച്വലി ഈ പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് 13R കിട്ടുന്നത്. എന്തായാലും നമുക്ക് വഴിയെ പറയാം. അതിന് മുമ്പ് നമ്മുടെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ 8S Gen 4 ആണ് കിട്ടുന്നത്. നമുക്ക് Nord 5 8S Gen 3 ആയിരുന്നു. പിന്നെ അതിൽ DDR5X RAM ആക്കിയിട്ടുണ്ട്, UFS 4.1 ആക്കിയിട്ടുണ്ട്. അതൊക്കെ ആ സൈഡിലൊക്കെ ആണ്. പെർഫോമൻസ് സൈഡിൽ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. 2.5 ഒക്കെ നമുക്ക് സുഖമായിട്ട് ആനുട്ട് സ്കോർ ഒക്കെ സുഖമായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ആഡിൽ കാണിക്കുന്ന പോലെ തന്നെ ഗെയിമിങ്ങിലൊക്കെ നല്ല പെർഫോമൻസ് കിട്ടും. 165 Hzന്റെ ഡിസ്പ്ലേ ആക്കിയിട്ടുണ്ട് നമ്മുടെ OnePlus 15 ഒക്കെ പോലെ തന്നെ. അപ്പോൾ അവർ ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനാണ്. അപ്പോൾ അതിനോട് നിങ്ങൾക്ക് ഓൾറെഡി അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ OnePlusൻ്റെ കാര്യം. OnePlus ഇന്ത്യയിലും ചൈനയിലും ഇനി മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. യൂറോപ്പിലും സംഭവമൊക്കെ ഓൾമോസ്റ്റ് അവർ അടച്ചുവിട്ടാം. അത് മാത്രമല്ല, അവർ ഓഫ്ലൈൻ സ്റ്റോറുകൾ ഫുൾ അടച്ചു. ഓഫ്ലൈൻ അവരുടെ സർവീസ് സെന്ററുകളും അടച്ചു. ഇനി ഒപ്പോൻ്റെ സർവീസ് സെന്റർ ത്രൂ ആയിരിക്കും അവർ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒപ്പോ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഓൾമോസ്റ്റ് അടച്ചു. അത് ഒപ്പോൻ്റെ കയ്യിലാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഇനി നമ്മുടെ ഏഷ്യൻ കൺട്രീസിലായിട്ടുള്ള ഇന്ത്യയിലും ചൈനയിലും മാത്രമായിരിക്കും അവർ മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഇന്ത്യയിൽ നിന്ന് എന്തായാലും പോകുന്നില്ല, അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അവർ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഈ പെർഫോമൻസ് ഓറിയന്റഡ് മോഡലാക്കി മാറ്റുന്നത്. എന്ന് വെച്ചാൽ OnePlus അങ്ങനെ ആയിരുന്നില്ല, ഒരു ഓൾറൗണ്ടർ ഫോണായിരുന്നു OnePlus. അത് ഒപ്പോകെ അലമ്പാക്കി. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രൊസസറിൻ്റെ കാര്യം പറഞ്ഞു. സ്ക്രീനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് Nord 5 വന്നിട്ട് 6.83 ആയിരുന്നു. ഇതിൽ നമുക്ക് 6.78 ആയി. അപ്പോൾ ചെറുതായിട്ട് സൈസ് കുറഞ്ഞിട്ടുണ്ട്. AMOLED തന്നെയാണ്. മറ്റേൽ 144 Hz ആയിരുന്നു, ഇതിൽ 165 Hz ആക്കിയിട്ടുണ്ട്. Full HD+ തന്നെയാണ്. അതുപോലെ തന്നെ ക്യാമറയുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാറ്ററിയുടെ ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് വന്നിരിക്കുന്നത്. 9000 mAh ബാറ്ററി വന്നിരിക്കുന്നത്. 80 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ റിവേഴ്സ് വയർലെസ് ചാർജിങ് ഒക്കെ ഉണ്ട്. 27 വാട്ട് വരെ നമുക്ക് പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കാൻ വേണമെങ്കിൽ, അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ മറ്റേത് നമുക്ക് UFS 3.1 ആയിരുന്നു, ഇതിൽ നമുക്ക് UFS 4.1 ആയിട്ടുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ആക്ച്വലി 30 റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോൺ കിട്ടില്ല. പക്ഷേ 30 രൂപയ്ക്ക് നിങ്ങൾക്ക് ആക്ച്വലി Nord 5 കിട്ടും. അപ്പോൾ ഇപ്പോഴും 30 റേഞ്ചിൽ നല്ല ഫോൺ എന്ന് പറയുന്നത് Nord 5 തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ബിൽഡ് ക്വാളിറ്റിയും തന്നെ ഭയങ്കരമായിട്ട് മോശമായി. മറ്റേ നമുക്ക് ശരിക്കും ഗ്ലാസ് ബിൽഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഇതിൽ ഒരു പോളികാർബണേറ്റും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഇത് 50-50 ആയിട്ട് നിൽക്കുന്നത്. വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിതെല്ലാം പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അല്ലാണ്ട് നമുക്ക് അയച്ചു തരുന്ന പരിപാടിയൊന്നുമല്ല, നമ്മളെല്ലാ പ്രൊഡക്റ്റും വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് പറഞ്ഞപ്പോൾ ഓർത്താൽ നമ്മൾ ആക്ച്വലി ഈ സാധനം എന്താണ് ഇതിന് പേര്, 4A Pro ഇപ്പോൾ സെയിലിന് വെച്ചിട്ടുണ്ട്. 2 ആഴ്ച ആയ മോഡലാണ്. 8GB 256GB മോഡലാണ്. ഇൻഡസ്ട്രിയിൽ ഒരു കോൺടാക്ട് മറക്കണം. നമ്മളൊരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുണ്ടായിരുന്നു. കുറച്ച് പേരായി ഇപ്പോൾ വരുന്നുണ്ട് മെസ്സേജ് ആയിട്ട്. ഞാനിപ്പോൾ ആക്ച്വലി ഈ ആഴ്ച എന്തായാലും വീട്ടിൽ തൃശ്ശൂർക്ക് തിരിച്ചു പോകും. അപ്പോൾ ഞാൻ അവിടെ നിന്നായിരിക്കും. നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് വന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ കൊറിയർ ചെയ്യാൻ പോകുന്ന അവിടെ നിന്നായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഇവിടെ കൊറിയർ ചെയ്യണം നമ്മൾ എറണാകുളത്ത് നിന്ന് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി വിഷു കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു Nord 6ൻ്റെ ഒരു നമ്മുടെ ഒരു ഓവർ വ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് സത്യം പറഞ്ഞാൽ പ്രൊഡക്റ്റ് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ആക്ച്വലി ഈ പ്രൈസ് റേഞ്ചിൽ 13R കിട്ടും. അപ്പോൾ 13R കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ടെലിഫോട്ടോ ലെൻസ് അതിൽ കൂടുതൽ ഇടുന്നുണ്ട്. 3 സെൻസേഴ്സ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ബിൽഡ് ക്വാളിറ്റിയും നല്ലതാണ്, രണ്ടും ബെറ്റർ ബിൽഡ് ക്വാളിറ്റിയാണ്.
പ്രൊസസ്സർ വരുന്ന 8 Gen 3 ആണ്. അത് ഓൾമോസ്റ്റ് സിമിലർ പെർഫോമൻസ് ഒക്കെ തന്നെ തരും. ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുകയാണെങ്കിൽ, ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ റിവ്യൂ പറയുകയാണെങ്കിൽ, ഞാൻ നോട്ട് 6 വാങ്ങിക്കാണ്ടും ഭേദം 13R വാങ്ങിക്കാനും. നമ്മൾ 13R ഒരു ചിത്രമുള്ളതാണ്, 13R വാങ്ങിക്കുക. പക്ഷെ അതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ ഡിസൈൻ പഴയതാ. നമ്മുടെ പണ്ടത്തെ സർക്കുലർ ഡിസൈൻ ഉണ്ടല്ലോ, ആ സംഭവം എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. 13 സീരീസ് ഒക്കെ എടുക്കുന്നവർക്ക് അറിയാലോ. നമ്മുടെ 13S തൊട്ട് അവർ ഇത് മാറ്റിയിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ 15S വരുന്നുണ്ട് കേട്ടോ. അതും ഓൾമോസ്റ്റ് പ്രൈസ് റേഞ്ച് വരാൻ പോകുന്നത് 55 to 60 റേഞ്ചിലാണ് വരാൻ പോകുന്നത്. 50 ഫിക്സ് സെൻസർ തന്നെയാണ് നമ്മുടെ 13S വന്ന പോലെ തന്നെ അതേ സെയിം പരിപാടിയാണ്. അപ്പോൾ ക്യാമറയിൽ വലിയ കാര്യമായിട്ട് നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ഇനി OnePlus ഡിവൈസുകൾ പ്രതീക്ഷിക്കണ്ട കേട്ടോ. അതും കൂടി പറയാനാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി എങ്ങനെയാണ് OnePlus Nord 6 ഇഷ്ടപ്പെട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനലുകൾ അതിൽ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, മനസ്സിലാക്കി നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേജ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ഫിനാൻസ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. നമ്മൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എല്ലാ കമൻറ്റും പോകുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടാണ്, മറക്കണ്ട. അടുത്ത